വണക്കം. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊല അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ പറഞ്ഞത് ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കൊല വലിയ രീതിയിൽ ചെറുക്കപ്പെടേണ്ടതാണ്, തടുക്കപ്പെടേണ്ടതാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോ നമ്മൾ കൂടെയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ സംസാരിച്ചത് ഇന്ത്യയോട്. അതേസമയം നരേന്ദ്രമോദി മിണ്ടുന്നില്ല എന്നൊരു ആരോപണം വലിയ രീതിയിൽ ഉയർന്നു നിന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ബംഗ്ലാദേശിനെ വിരട്ടേണ്ട രീതിയിൽ വിരട്ടിയിട്ടുണ്ട്. ഈ വിരട്ടൽ കേട്ടതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു പുതിയ മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയിട്ടുണ്ട്. അതായത് കളിപ്പാവ. പിറകിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഫ്രണ്ടിൽ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു കളിപ്പാവയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യ ഉപദേഷ്ടാവ് എന്ന പേരും കൂടെ ഇട്ടുകൊടുത്ത് ഈ കളിപ്പാവയെ നിർത്തിയിട്ടാണ് ബംഗ്ലാദേശിൽ അവിടെ ഭരണം നിയന്ത്രിക്കാനായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോകുന്നത്. അങ്ങനെ നിയന്ത്രിക്കാനിട്ടിരിക്കുന്ന ആ കളിപ്പാവ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ രാജിവെക്കാൻ പോകുന്ന യൂനസ് പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ, ന്യൂനപക്ഷ വേട്ടയൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചോളണം, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും, ഞാൻ രാജിവെക്കാതെ എനിക്ക് യാതൊരുവിധ നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി അടക്കം ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്, ആശങ്കയിലായിരിക്കുകയാണ്. നരേന്ദ്രമോദി മാന്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ കയറിയല്ലോ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞാണല്ലോ കയറിയത്. ആ ന്യൂനപക്ഷ വേട്ട, അവിടെയുള്ള മൈനോറിറ്റീസ്, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധർ, ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് ഇവരെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. നിങ്ങൾ അത് ചെയ്തിരിക്കണം. ചെയ്യണം എന്നല്ല പറഞ്ഞത്, ചെയ്തിരിക്കണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പുറമെ നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ പിന്തുണയുമായിട്ട് RSS രംഗത്ത് തിരികെയാണ്. RSS പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇതിൽ ഇടപെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി പറഞ്ഞത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ RSS ഇപ്പോൾ കേന്ദ്രത്തോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സാധ്യമായതെല്ലാം നമ്മൾ ചെയ്യണം എന്നാണ്. പല വലിയ വിദേശകാര്യ വിദഗ്ധന്മാരും പറയുന്നത് ബംഗ്ലാദേശിൽ ഒരു കലാപം നടക്കുകയാണ്, അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് അതിൽ പെട്ടെന്നൊന്നും കയറി ചെയ്യാൻ പറ്റില്ല എന്നാണ് പല വിദേശകാര്യ വിദഗ്ധന്മാരും പറയുന്നത്. പക്ഷേ RSSന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം. അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്താനായി, അല്ലെങ്കിൽ അവരെ ആ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കാൻ ഇന്ത്യയെ കൊണ്ട് സാധ്യമാക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് RSS പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഒരു തീവ്രതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ RSS ഇറക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് RSS വലിയ രീതിയിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള അലയൊലികൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രധാനമായിട്ടും RSS പറഞ്ഞത് ഹിന്ദു, ബുദ്ധ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യണമെന്നാണ്. RSSന്റെ കാര്യവാഹകമായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയാണ് ഈ കാര്യം കേന്ദ്രത്തിനെ അറിയിച്ചിരിക്കുന്നത്. RSS കൂടെയുണ്ട് എന്നുള്ള ഒരു സിഗ്നൽ കൂടെയാണത് എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിൽ അധികാരമാറ്റത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ അങ്ങേയറ്റം ഉത്കണ്ഠയോടുകൂടിയാണ് RSS കാണുന്നതെന്ന് പറഞ്ഞു. ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ, കൊള്ള, തീവയ്പ്, സ്ത്രീകൾക്കെതിരായ ഹീനകുറ്റകൃത്യങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ അസഹനീയമാണ് എന്നും ഇത് നമ്മൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്നും RSSന്റെ കാര്യവാഹക് കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട്. RSSും കേന്ദ്രവും തമ്മിൽ തെറ്റി നിൽക്കുകയാണ് എന്നാണ് പല മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ RSS കേന്ദ്രത്തിന് സമ്പൂർണ്ണമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രമോദി അയാളെ അഭിനന്ദിച്ച് കത്തെഴുതിയിട്ട് സംരക്ഷണം ഉറപ്പാക്കിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ RSS പറഞ്ഞിരിക്കുന്നത് ആ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കണമെന്നാണ്. അതായത് ഇന്ത്യ അവിടെയുള്ള ആൾക്കാർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് RSS പറഞ്ഞിരിക്കുന്നത്. RSSന്റെ ഈ വാക്കുകൾ ഒരിക്കലും ഈ ഒരു തരുണത്തിൽ കേന്ദ്രത്തിന് തള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട എന്ന് പറയുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ഇടത്തരം സർക്കാർ കയറി. ആ ഇടത്തരം സർക്കാർ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തടയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നും RSS പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോക സമൂഹത്തിനോടും ലോക രാജ്യങ്ങളോടും RSS ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ ഇടപെടാനായി മുന്നിലേക്ക് വരണം എന്നാണ് ലോക സമൂഹത്തോട് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് റഫേലെ ആൾക്കാർക്ക് വേണ്ടിയാണ്. റഫേലെ ആൾക്കാർ കൂട്ടക്കുരുതി ചെയ്യാൻ പോകുന്നു, ഇസ്രായേൽ അവരെ കയറി അടിക്കുന്നു എന്നൊക്കെയാണ് അവിടെയുള്ള രാഹുൽ ഗാന്ധി, അതായത് നമ്മുടെ പ്രതിപക്ഷം, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇനി കേരളത്തിൽ ഒരുപാട് ഫിലിം സ്റ്റാറുകളുണ്ടല്ലോ, ഓൾ ഐസ് ഓൺ റഫ എന്നിട്ടിരിക്കുന്നത്. അവിടെ ധാക്കയിലെ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയാണ്, തല്ലി പൊളിക്കുകയാണ്, കാളിക്ഷേത്രങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അതായത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഷേഖ് ഹസീനെ ഓട്ടിക്കാനായിട്ട് ഈ കഴുകന്മാരുടെ
കൂടെ കയറി നിന്നു. ഷേഖ് ഹസീന രാജ്യം വിട്ട് പോയ ശേഷം അവർക്ക് മനസ്സിലായില്ല, അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് മൈനോറിറ്റീസിന് മനസ്സിലായില്ല തങ്ങളുടെ ഒരു കവചം കൂടെയാണ് പോകുന്നതെന്ന്. കാരണം 2022 ഷേഖ് ഹസീന അവിടെ വലിയ ആക്രമണങ്ങൾ മൈനോറിറ്റീസിനെതിരെ നടന്നപ്പോൾ കർശനമായിട്ടുള്ള നടപടി എടുത്തിരുന്നു. ഷേഖ് ഹസീന പോയി കഴിഞ്ഞപ്പോൾ ഇനി വരുന്ന സർക്കാർ അവിടെയുള്ള മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഷേഖ് ഹസീന പറന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് നേരെയായി ആക്രമണം. അപ്പോൾ ഇവർ പറയുകയാണ്, ഞാനൊക്കെ നിങ്ങളുടെ കൂടെ നിന്നതല്ലേടാ, നീയൊക്കെ എന്തിനാ എന്നെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞ് പല സ്ത്രീകളും വ്യാപകമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ട്വിറ്ററിലടക്കം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അവിടെയുള്ള സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീയുടെ കയ്യും കാലും വായും കെട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. തടങ്കലിലാക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ കുറേ അണ്ണന്മാരുണ്ട് റഫേലോട്ട് കണ്ണും നട്ടിരിക്കുന്നത്. വൈഷ്ണോദേവി ടെമ്പിളിൽ ഒരു അറ്റാക്ക് നടന്ന ബഹുമാനൊക്കെ വായിൽ പഴമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ധാക്കയിൽ വലിയ രീതിയിൽ അവിടെയുള്ള ആൾക്കാർ കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്നു, ഹിന്ദുക്കൾ കൂട്ടക്കുരുതി ചെയ്യുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ, അതായത് ഇവിടെയുള്ള ഫിലിം സ്റ്റാർസിൻ്റെ ഇവിടെ ഒരുത്ത ഉണ്ടല്ലോ, ഓൾ ഐസ് ഓൺ റഫാൻ ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള സുഡാപ്പി ഫ്രം ഇന്ത്യ, വൺ ലവ് എന്നാണ് ഇവൻ പറയുന്നത്. പക്ഷേ ഈ വൺ ലവ് ഒക്കെ ഞമ്മൻ്റെ സമുദായത്തിലെ ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. അതിന് പുറമെ എവിടെ അറ്റാക്ക് നടന്നാലും വൺ ലവ് ഒന്നുമില്ല, ഞാൻ പോസ്റ്റ് വിടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവന്മാരുടെയൊക്കെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ RSS ഇത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുരുതര സാഹചര്യത്തിൽ ലോക സമൂഹവും ഭാരതത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബംഗ്ലാദേശിൽ പീഡനത്തിനിരയാകുന്ന ഹിന്ദു, ബുദ്ധ, മറ്റു വിഭാഗക്കാർക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ബംഗ്ലാദേശിൻ്റെ ഒരു താക്കീതും RSS കൊടുത്തിട്ടുണ്ട്. അതായത് അയൽപ്പക്കത്തെ ഏറ്റവും സൗഹൃദപൂർവ്വമായിട്ടുള്ള നിങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യയെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് സമീപിക്കണം. അത് ബംഗ്ലാദേശിനോട് RSS പറഞ്ഞത് ഇനി ചൈനയും പാകിസ്ഥാനൊക്കെ പിറകെ വന്ന് അണിനിരക്കും. ഒരു സംശയം വേണ്ട, ചുടുകാടാവും ബംഗ്ലാദേശ്. അപ്പം നിനക്കൊക്കെ വല്ലതും തിന്നാൻ തരണമെങ്കിൽ നീയൊക്കെ ഇവിടെ വന്ന് കൈ നീട്ടും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഗതി കണ്ടല്ലോ എന്നുള്ള ഒരു താക്കീതാണ് RSS ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയും കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില വേട്ടാവളിയന്മാർ ചോദിക്കും, മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഇപ്പം കയറിയിരിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവ് നരേന്ദ്രമോദിയുടെ കത്ത് കണ്ട് പേടിച്ചായിരിക്കും രാജിവെക്കുമെന്ന് പറഞ്ഞത് എന്ന്. അതാണ് പേടിച്ച് തന്നെയാണ് രാജിവെക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, 1971 വിമോചന സമരത്തിന് തുല്യമായിട്ടുള്ള സമരമാണ് ഇപ്പം നടക്കുന്നതെന്നും പോരാത്തതിന് ധീരരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഷേഖ് ഹസീന ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചതെന്നും സൈന്യത്തിൻ്റെ തലവനൊരുത്തനുണ്ട്, അവൻ ചൈനീസ് സ്വദേശിയാണെന്നാണ് പറയുന്നത്, അവനെ ഇയാൾ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ നരേന്ദ്രമോദിയുടെ കത്ത് കിട്ടിക്കഴിഞ്ഞ ശേഷം ഇയാൾ പറഞ്ഞത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു മടപ്രവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കും എന്നാണ് ഈ വേട്ടാവളിയൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോദിയുടെ കത്ത് കിട്ടിയ ശേഷം തന്നെയാണ്, അല്ലെങ്കിൽ മോദിയുടെ പ്രതികരണം വന്ന ശേഷം തന്നെയാണ് ഇയാൾ രാജിവെച്ച് പുറത്തു പോകും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലും ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലടക്കം ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഈ ഹിന്ദു വേട്ട, മൈനോറിറ്റി വേട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ആറ്റിങ്ങലും നെടുമങ്ങാടും സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധവും മെഴുകുതിരി കത്തിക്കലും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് മറ്റേ പ്രതിഷേധം പോലെയല്ല. അതായത് മറ്റേ ഇസ്രായേലിൽ ഒരു വേട്ടാവളിയുണ്ടല്ലോ, ഒരു തീവ്രവാദി, അവൻ ചത്തപ്പം, എന്താ പേര്, ഹിസ്മേൽ ഹനിയ ചത്തപ്പോൾ ഇവിടെ ഹനിയയ്ക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് കുറേ സുഡാപ്പികൾ അങ്ങ് വടക്ക് കിടന്ന് പ്രതിഷേധിച്ച്. ആ പ്രതിഷേധമല്ല ഇത്. വടക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വടക്കാണ് കേട്ടോ. ഇന്ത്യയിലെ വടക്ക് കിടന്ന് പ്രതിഷേധിക്കാൻ അവന്മാർക്ക് ധൈര്യം കാണില്ല, കാരണം നെഞ്ച അരിപ്പയായി പോകും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രതിഷേധമല്ല ഇത്, ന്യായമായിട്ടുള്ള പ്രതിഷേധം. തീവ്രവാദികൾക്ക് വേണ്ടി പ്രതിഷേധിച്ച പോലെയല്ല ഇത്. അങ്ങനെ പ്രതിഷേധിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി അടക്കം തയ്യാറായിട്ടുണ്ട്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിലെ കോടതി പറഞ്ഞത് വലിയ രീതിയിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു വിഷയമാണ്. ജാർഖണ്ഡിലെ കോടതി പറഞ്ഞത് ഇന്ത്യയിലുള്ള ബംഗ്ലാദേശി ഇമിഗ്രൻസിനെ എല്ലാം അങ്ങോട്ട് കെട്ടുകെട്ടിക്കണമെന്നാണ് പറഞ്ഞത്. പോരാത്തതിന് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്നാണ് പറഞ്ഞത്, ഗവൺമെൻറ് എന്നല്ല, ഗവൺമെൻറ്റ്സും ഇതിൽ വലിയ രീതിയിൽ ആക്ഷൻ എടുക്കണം. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ പ്രശ്നം ഒരുമിച്ച് നിന്ന് ടാക്കിൾ ചെയ്യണമെന്നോ. നമ്മുടെ നാട്ടിലുള്ള സുഡാപ്പികൾ ഇതെങ്ങനെ സഹിക്കുമെന്തോ, അതിഥി തൊഴിലാളികളാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വലിയ രീതിയിലുള്ള വ്യൂഹം നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജമാഅത്തയുടെ മാധ്യമവും ജമാഅത്തയുടെ ചാനലും മാത്രം അവിടെ ഒരു കൂട്ടക്കുരുതിയും നടക്കുന്നില്ല. അവിടെയുള്ള പിന്നെ ചിഞ്ചു പറഞ്ഞല്ലോ നമ്മളടുത്ത്, അവിടെ ഒരു കൂട്ടക്കുരുതിയും നടക്കുന്നില്ല എന്ന്. ബംഗ്ലാദേശിലെ ചിഞ്ചു എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ലേഖനങ്ങളൊക്കെ ഇവന്മാർ അടിച്ചിറക്കിയിട്ടുണ്ട്, കള്ള ഫ്രാഡുകൾ എന്ന് മാത്രമേ നമുക്ക് ഇവന്മാരെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിൽ മാത്രം 50,000 ഇല്ലീഗൽ ബംഗ്ലാദേശികൾ ഉണ്ടെന്നാണ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കണക്ക് എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ RSS രംഗത്തെത്തിയ ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. അപ്പോൾ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.